നിർഭാഗ്യവശാൽ സ്വന്തം രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കുകയും പുളകം കൊള്ളുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നും മാത്രമല്ല, എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അപ്പോഴെല്ലാം രാജ്യത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും അപമാനിക്കുവാനും ഇടിച്ചു താഴ്ത്തി കാണിക്കുവാനും ഇകഴ്ത്തുവാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മുതലാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. രാഷ്ട്രീയവും സാമുദായികവുമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കഴിയുന്നത്ര ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുവാൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ തുറന്ന അഭിപ്രായം പറയാതിരുന്നാൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാകില്ലേ? ആകും. കാരണം ഞാനൊരു ഹിന്ദുവാണ്. ഒരാൾ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ തന്നെ സംഖ്യയാക്കിയും വർഗീയവാദിയാക്കിയും ചാപ്പ കുത്തുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. നടി രേവതി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച അവരുടെ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു ഹിന്ദു എന്ന നിലയിൽ പലപ്പോഴും അവരുടെ വിശ്വാസങ്ങളെ പുറത്തു പറയാതെ, പുറത്ത് കാണിക്കാതെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രീ രാമചന്ദ്രൻ്റെ അയോധ്യയിലേക്കുള്ള പുനഃപ്രവേശനത്തോടുകൂടി അത് ജീവിതത്തിൽ ആദ്യമായി ഉറക്കെ പറയുവാൻ അവരെ പ്രേരിപ്പിച്ചു എന്നായിരുന്നു ആ പോസ്റ്റ്. ഇത് പൊതുവെ ഞാൻ ഉൾപ്പെടെ എല്ലാ ഹിന്ദുക്കളെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ്. എൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞാൽ ഞാനൊരു വർഗീയവാദി ആകുമോ, അല്ലെങ്കിൽ എന്നെ ഒരു വർഗീയവാദി ആക്കുമോ എന്ന ഭയം ഈ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളെയും ഭരിക്കുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അത് മറ്റൊരു വിശ്വാസത്തെ മുറിപ്പെടുത്താതെ ഉറക്കെ പറയുവാനും എല്ലാവർക്കും കഴിയണം. ഞാൻ ഇത്രയും ആമുഖമായി പറയുവാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ MLA ശ്രീ P. ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം വിളിച്ചു വരുത്തുവാൻ കാരണമായി. പിന്നീട് ശ്രീ ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും ആ പോസ്റ്റ് ഹിന്ദു സമാജത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ക്ഷതം ചെറുതല്ല. ആ പോസ്റ്റ് വായിക്കാത്തവർക്കായി ഞാൻ ആ പോസ്റ്റ് ഇവിടെ പങ്കുവയ്ക്കാം. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിൻ്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ചു നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയാണ്. സീത പറഞ്ഞു, എടാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്. എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോകാം. മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചിയില്ല. ഇങ്ങനെയൊക്കെയാണ് ആ പോസ്റ്റിൽ പറയുന്നത് ആരാണ്, എപ്പോഴാണ് എന്നതാണ് ഏറ്റവും പ്രസക്തം. ഈ പോസ്റ്റ് ഇടുവാൻ തെരഞ്ഞെടുത്ത സമയം അയോധ്യയിൽ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെയാണ്. ആരാണ് പറയുന്നത്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, ഒരു സാധാരണക്കാരനായ ഒരാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിലെ അപകടം തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്കുണ്ട്. ഈ MLA ഒരു CPIയുടെ മെമ്പറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ CPIക്കാർ ഇങ്ങനെ ചെയ്യാറില്ല. CPMക്കാരാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നേരത്തെ ഉണ്ടായ മിത്ത് വിവാദമൊക്കെ ഓർമ്മയില്ലേ? CPIക്കാർ സാധാരണ മതപരമായ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ പ്രതികരിക്കാറും അഭിപ്രായം പറയുവാറുമുള്ളൂ. ബഹുമാന്യനായ ശ്രീ പന്നിയൻ രവീന്ദ്രനെ അറിയില്ലേ? അദ്ദേഹം രാമൻ്റെയും രാമായണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഴുതി കഴിഞ്ഞോ പ്രസിദ്ധീകരിച്ചോ എന്ന് അറിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ പുസ്തക രചനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വായിച്ചിടത്തോളം ഇന്ത്യൻ സാഹിത്യത്തിൽ രാമനെപ്പോലെ മറ്റാരുമില്ല എന്നായിരുന്നു. മാത്രമല്ല രാമായണം BJPയുടെയോ RSSൻ്റെയോ സ്വത്തല്ല. കാരണം ഇതിഹാസം ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് ഇന്ത്യക്കാരുടേതാണ്. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തിലെ മറ്റെല്ലാ മത സ്വത്വങ്ങളും ഉൾപ്പെടുന്നു. ഇവിടെ അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. രാമായണം ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതും അതുപോലെ എല്ലാ മതങ്ങളുടെയും സ്വത്വവും അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞതും. ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമുന്നതനായ ഒരു നേതാവാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അതെ, CPIയുടെ ഒരു MLA രാമനെ തെണ്ടിയായി ചിത്രീകരിക്കുന്നതിലെ വൈരുദ്ധ്യം എന്തുകൊണ്ടുണ്ടാകുന്നു? സത്യത്തിൽ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെൻറ്റിൽ അന്നത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് 16 സീറ്റ് നേടിയ ഒറ്റകക്ഷിയും അവരായിരുന്നു. AKG ആയിരുന്നു അവരുടെ അന്നത്തെ നേതാവ്.
രണ്ടാം ലോക്സഭയിൽ 27 സീറ്റായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. മൂന്നാം ലോക്സഭയിൽ 29 സീറ്റായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. നാലാം ലോക്സഭയിലേക്ക് എത്തിയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ച് രണ്ടായി മത്സരിച്ചു. CPIക്ക് അന്ന് 23 സീറ്റും CPMന് അന്ന് 19 സീറ്റുമായിരുന്നു കക്ഷിനില. പിന്നീട് CPIയെ പിന്തള്ളി CPM ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലേക്ക് ഇന്ത്യയിൽ വളർന്നു. എന്നാൽ ഇന്നോ രൂപീകരണത്തിന് ശേഷം 50 വർഷം പിന്നിട്ടപ്പോഴേക്കും CPM ദേശീയ തലത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറും ഏറ്റവും കുറഞ്ഞ സീറ്റ് നിലയുമായി കൂപ്പുകുത്തി നിൽക്കുകയാണ്. അവരുടെ ശക്തി ദുർഗങ്ങൾ എന്ന് കരുതിപ്പോന്ന ബംഗാളും ത്രിപുരയും എല്ലാം അവർക്കിപ്പോൾ വെറുമൊരു ഓർമ്മയായി. കേരളം എന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഈ വീഴ്ചയിലും പിടിച്ചു നിന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു വീഴ്ചയിലേക്ക് കൂപ്പുകുത്തുവാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലായിട്ടില്ല. ഇന്നിപ്പോൾ വർഗീയ ധ്രുവീകരണവും പ്രീണനവും ഒക്കെയാണ് അവരെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ അവർ പിടിച്ചു നിർത്തുവാൻ കണ്ട അവസാനത്തെ കച്ചിത്തുരുമ്പ്. ശ്രീ പന്നിയൻ രവീന്ദ്രൻ തന്നെ ഒരിക്കൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭാരതത്തിൻ്റെ മണ്ണിൽ വേര് പിടിപ്പിക്കുവാൻ കഴിയാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് ACBയിൽ ശ്രീ രാഹുൽ ഈശ്വറിന് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു. ആ ഇൻ്റർവ്യൂ ശ്രീ ബാലചന്ദ്രനും കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കാണണം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകൃതമായതിനു ശേഷം വിശ്വോത്തരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പൈതൃകത്തെ അവർ മറന്നുപോയി. രാമായണമോ മഹാഭാരതമോ വേദങ്ങളോ ഉപനിഷത്തുക്കളോ പുരാണങ്ങളോ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. അത് അവർക്കുണ്ടായ ഒരു കുഴപ്പമായിരുന്നു എന്ന് പിന്നീട് അവർ തിരിച്ചറിഞ്ഞു. സത്യത്തിൻ്റെ വേരുകൾ എവിടം വരെ പോയി എന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തന്നെ അഭിമാനം വേണം. നമുക്ക് നമ്മുടേതായ സ്വന്തം ഫിലോസഫി നമുക്ക് പലപ്പോഴും കൈവിട്ടുപോയി. ആ ഇൻ്റർവ്യൂവിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കുവാൻ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ പൈതൃകത്തെ ഉപയോഗിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് പറ്റിയില്ല. ആ പിശകാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ പറ്റിയ പിശകെന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയും അതിൻ്റെ വികാസവും രൂപപ്പെടുന്നതിൽ കൾച്ചർ, സംസ്കാരം, ഹെറിറ്റേജ്, പൈതൃകം, ട്രഡീഷൻ, പാരമ്പര്യം, ലെഗസി ഇതെല്ലാം വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞവയെല്ലാം തമ്മിൽ ഇഴപിരിച്ചെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്കാരവും പൈതൃകവുമാണ് ഒരു രാജ്യത്തിൻ്റെ തനിമയാർന്ന ഐഡൻറ്റിറ്റിയെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. വിശ്വാസം, പരസ്പരം പങ്കുവയ്ക്കുന്ന മൂല്യങ്ങൾ, രീതികൾ, ഒരു സമൂഹത്തിൻ്റെ വ്യവഹാരശീലങ്ങൾ ഇതെല്ലാം സംസ്കാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ പൈതൃകം എന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ചരിത്രപരമായ നാഴികക്കല്ലുകൾ, പുരാവസ്തുക്കൾ, പുരാണ സാഹിത്യകൃതികൾ ഇതൊക്കെയാണ്. ഇതൊന്നും പോരാത്തതിന് തലമുറകളിലൂടെ നാം പിന്തുടർന്നു വന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യ പോലെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പൈതൃകം ഓരോരോ കമ്മ്യൂണിറ്റിയുടെയും സാമൂഹിക കെട്ടുറപ്പിനെ അരക്കിട്ടുറപ്പിക്കുന്ന ബൈൻഡിങ് ഫോഴ്സ് കൂടിയാണ്. ഇതിനൊക്കെ പുറമെയാണ് സ്വന്തം രാജ്യത്തിൻ്റെ മേൽ ഈ പറഞ്ഞവയൊക്കെ സംബന്ധിച്ച് ഓരോ പൗരനും ഉണ്ടാകുന്ന അഭിമാനവും ഗൗരവവും. നിർഭാഗ്യവശാൽ സ്വന്തം രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കുകയും പുളകം കൊള്ളുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നും മാത്രമല്ല, എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അപ്പോഴെല്ലാം രാജ്യത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും അപമാനിക്കുവാനും ഇടിച്ചു താഴ്ത്തി കാണിക്കുവാനും ഇകഴ്ത്തുവാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മുതലാണ്. BJP പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാട്. ശരിയാണ്. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കണം, BJPയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെയും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. അവർ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിച്ചു. അതാണ് സത്യം. കോടതി വിധിയുടെ പിൻബലത്തിൽ വന്ന രാമക്ഷേത്രത്തെക്കുറിച്ച് ഇനിയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റും ആരെ സുഖിപ്പിക്കുവാനാണ്? വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണോ? എങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈയിടെ വളരെയധികം വൈറലായ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ന്യൂസിലൻഡിലെ ഒരു MP, 21 വയസ്സ് മാത്രം പ്രായമുള്ള ഹന രോഹിതിയും മൈപ്പി ക്ലാർക്ക് ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ അവരുടെ ആദ്യത്തെ പ്രസംഗത്തിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹക്ക അഥവാ വാർ ക്രൈ പെർഫോം ചെയ്തിരുന്നു.
ന്യൂസിലൻഡിലെ ഇൻഡിജീനസ് ഗ്രൂപ്പായ മാവോറികളുടെ വാർക്രൈ എന്നുകൂടി പറയപ്പെടുന്ന അവരുടെ ശക്തി, ഐക്യം, അവരുടെ സ്വാഭിമാനം എല്ലാം കാണിക്കുന്ന ഒന്നാണ് ഹക്ക. നമ്മളിങ്ങനെ കേരളത്തിലെങ്ങാനും ആയിരുന്നു എങ്കിൽ അവരെ പുച്ഛിച്ചും ട്രോളിയും സൈബർ ആക്രമണം നടത്തിയും ചിത്രവധം ചെയ്തേനെ. എന്നാൽ ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ ഈ ഹക്ക പെർഫോം ചെയ്യുമ്പോൾ മറ്റ് സാമാജിക ക്ഷമയോടെ ശ്രദ്ധയോടെ അവരെ കേൾക്കുന്നുണ്ടായിരുന്നു. അതാണ് അവരുടെ കസ്റ്റം. ഒരു സംസ്കാരത്തോട്, ഒരു പാരമ്പര്യത്തോട് അവർ കാണിക്കുന്ന ബഹുമാനവും ആദരവും എല്ലാം അതായിരുന്നു. ശ്രീ ബാലചന്ദ്രൻ ചെയ്തത് അങ്ങേയറ്റം മോശമായ ഒരു പ്രവൃത്തിയാണ്. ഈ MLA ആരെ സൂചിപ്പിക്കാനാണെങ്കിലും ഇത്രയധികം തരം താഴാൻ പാടില്ല. ഇതേപോലെ തന്നെ ആയിരിക്കുമോ ഇതര മതങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമീപനം? ഒരു അധ്യാപകൻ ഒരു ചോദ്യപേപ്പർ ഇട്ടപ്പോൾ കൈ മുറിച്ചു മാറ്റിയ സഹിഷ്ണുതയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഹിന്ദു സമാജം കാര്യമായി എടുക്കേണ്ടതില്ല. ഇതൊക്കെ ഓരോരുത്തർ സ്വയം കുഴിക്കുന്ന വാരിക്കുഴികളാണ്. ആ കുഴിയിൽ അവർ തന്നെ വീഴും. ഹിന്ദുത്വം സഹിഷ്ണുതയുടെ മതമാണ്. അങ്ങനെ അല്ലാതെ ആക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ചതുക്കുഴിയിൽ ഹിന്ദു സമാജം വീണു പോകാതെ ഇരിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.